എല്ലാവർക്കും ഗാന്ധി ജയന്തിയുടെ ഹൃദയംഗമായ ആശംസകൾ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹായ് ഓൾ, എല്ലാവർക്കും ഒരിക്കൽ കൂടി അക്കാസ് ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഒക്ടോബർ 2, ലോകം മുഴുവൻ ആദരവോടെ ഓർമ്മിക്കുന്ന ഒരു മഹാനായ നേതാവിൻ്റെ ജന്മദിനം. മഹാത്മാഗാന്ധിജി സത്യത്തിൻ്റെയും അഹിംസയുടെയും മഹാത്മാവ്, ലോകം തന്നെ വിളിച്ചറിയിച്ച മഹത്തായ ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ മുഖ്യസ്തംഭം. ഗാന്ധിജിയുടെ ജീവിതം നമ്മോട് പഠിപ്പിക്കുന്നത് ശക്തിയൊന്നും അക്രമത്തിലല്ല, സത്യത്തിലും അഹിംസയിലുമാണ്. ദുർബലരെ അടിച്ചമർത്താനല്ല, അവരെ ഉയർത്തിപ്പിടിക്കാനാണ് സത്യത്തിൻ്റെ ശക്തി ഉപയോഗിക്കേണ്ടത്. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ലോകത്ത് കാണാൻ ആഗ്രഹിക്കുന്ന മാറ്റം ആദ്യം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാക്കുക. ഈ വാക്കുകൾ ഇന്നും നാം ഓരോരുത്തർക്കും വഴികാട്ടിയാണ്. സ്വാതന്ത്ര്യ സമരകാലത്ത് ഗാന്ധിജി നടത്തിയ ഉപ്പ് സത്യാഗ്രഹം, ക്വിറ്റ് ഇന്ത്യ പോലുള്ള പ്രസ്ഥാനങ്ങൾ സായുധ പോരാട്ടമായിരുന്നില്ല. പകരം ജനങ്ങളുടെ ഏകോപിത ശബ്ദവും അഹിംസാപരമായ പ്രതിരോധവുമായിരുന്നു. ആ വഴിയാണ് അടിച്ചമർത്തലിനെതിരെ ജനങ്ങൾക്ക് ഏറ്റവും വലിയ ശക്തിയെന്ന് ലോകം തിരിച്ചറിഞ്ഞത്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഗാന്ധിജിയെ ഓർക്കുന്നത് ഒരു ആഘോഷം മാത്രമാകരുത്. അദ്ദേഹത്തിൻ്റെ സത്യവും അഹിംസയും നമ്മുടെ ജീവിതത്തിൽ നടപ്പിലാക്കാനുള്ള ശ്രമം തന്നെയാണ് യഥാർത്ഥ ആദരവ്. നമ്മുടെ കുടുംബ ബന്ധങ്ങളിലും സമൂഹ ബന്ധങ്ങളിലും രാഷ്ട്രീയം മുതൽ സാമൂഹ്യ സേവനം വരെ ഒരാൾ മറ്റൊരാളെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ സമീപിക്കുമ്പോഴാണ് ഗാന്ധിജിയുടെ സ്വപ്നം സഫലമാകുന്നത്. ലോകം ഇന്ന് യുദ്ധങ്ങൾക്കിടയിലും വിദ്വേഷത്തിനിടയിലും അനീതി നിറഞ്ഞ സാഹചര്യങ്ങളിലും അലമുറയിടുകയാണ്. അത്തരം സമയങ്ങളിൽ ഗാന്ധിജിയുടെ സന്ദേശം നമ്മെ ഓർമ്മിപ്പിക്കുന്നു, സത്യവും കരുണയും മാത്രമാണ് മനുഷ്യനെ രക്ഷിക്കാനുള്ള മാർഗമെന്ന്. ഈ ഗാന്ധി ജയന്തിയിൽ നമ്മളിൽ ഓരോരുത്തരും ഒരു ചെറിയ പ്രതിജ്ഞ എടുത്താൽ മതിയാകും. മറ്റൊരാളോട് സത്യസന്ധമാകാൻ, കോപം വിട്ട് ക്ഷമിക്കാനായി പഠിക്കാൻ, വിദ്വേഷത്തിന് പകരം സ്നേഹം വിതരാൻ. അതാണ് ഗാന്ധിജിയോട് നമ്മൾ നൽകുന്ന ഏറ്റവും വലിയ ആദരവ്. ഒരു നാടിൻ്റെ മഹത്വം അവിടുത്തെ ജനങ്ങളുടെ സ്വഭാവത്തിലാണ്. ഗാന്ധിജിയുടെ ഈ വാക്കുകൾ നമ്മളെല്ലാവരെയും ചിന്തിപ്പിക്കട്ടെ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഗാന്ധി ജയന്തിയുടെ ഹൃദയംഗമായ ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.